വിഴിഞ്ഞത്ത് ഇന്ന് സുപ്രധാനമായ ദിവസമാണ്. അവിടെ ഫ്ലാഗ് ഓഫ് നടപടികൾ, കയറ്റിറക്കുമതി നടപടികൾ, ഫ്ലാഗ് ഓഫ് നടപടികൾ മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. വിഴിഞ്ഞത്ത് നിന്നും വലൻസിയയിലേക്ക്, സ്പെയിനിലേക്ക്, യൂറോപ്പ് കോണ്ടിനെന്റിലേക്ക് നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നും ആദ്യത്തെ 2 കണ്ടെയ്നറുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി ഔപചാരികമായ ഉദ്ഘാടന പരിപാടിക്കായി ഔപചാരികമായ വേദിയിൽ നമുക്ക് ഏവർക്കും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം. ളുടെ വിഴിഞ്ഞമാണ് വരുന്നത്. ഇതുവരെ വിഴിഞ്ഞം കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു പുതിയ മുഖമാണ് ഇനി അനുഭവപ്പെടുക. അതായത് വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതി പ്രദേശവാസികൾക്ക് ഗുണപ്പെടുന്ന വിധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വിഴിഞ്ഞത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കും തിരികെ ഇറക്കുമതിക്കുമുള്ള വലിയ സാധ്യതകൾ തുറക്കുന്ന, വലിയ അനന്തവിശ്വാസ സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ നീക്കം എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഡാൻ കുര്യൻ നമുക്കൊപ്പമുണ്ട്. ഡാൻ, വിഴിഞ്ഞത്തെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ 2 രീതിയിലാണ്. ഒന്ന്, പുതിയ സർക്കാർ, UDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി എന്നവർ വിശേഷിപ്പിക്കുന്ന സമുദ്ര പദ്ധതിയുടെ ഔദ്യോഗികമായൊരു തുടക്കം. അതിനുമപ്പുറം വിഴിഞ്ഞം അതിൻ്റെ ഒരു പുതിയ നേട്ടം കൂടി കൈവരിക്കുകയാണ്. എന്താണ് ഈ വിഴിഞ്ഞത്തിൻ്റെ പുതിയ നീക്കം, സാധ്യതകൾ? വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു നേട്ടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ തുറമുഖ കവാടമായി വിഴിഞ്ഞം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിഷൻ സമുദ്ര കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച മിഷൻ സമുദ്ര പദ്ധതിയുടെ ഔദ്യോഗികമായ തുടക്കം കൂടി ഇന്നത്തെ ഈ പരിപാടിയിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നു, ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ പരിപാടിയിൽ എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം, ചരക്ക് നീക്കത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് നേരിട്ട് വിഴിഞ്ഞത്ത് നിന്ന് ചരക്കിറക്കാനും ചരക്ക് കയറ്റി അയക്കാനും കഴിയുന്ന ഒരു പുതിയൊരു മാരിടൈം പരിഷ്കാരമാണ് ഇന്നത്തെ ഈ സംവിധാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് രാജ്യാന്തര കപ്പൽച്ചാലാണ്. ദിവസവും 200 വലിയ മദർഷിപ്പുകൾ അടക്കം കടന്നു പോകുന്ന രാജ്യാന്തര കപ്പൽച്ചാലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു തുറമുഖം എന്ന ഒരു സവിശേഷത കൂടി വിഴിഞ്ഞത്തിലുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫ്ലാഗ് ഓഫ് നിർവഹിച്ച എക്സ്ട്രീം പദ്ധതിയുടെ സവിശേഷതയും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പദ്ധതികൾ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകും എന്നതാണ് ഇന്നത്തെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിലൂടെ ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നേട്ടം. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ജലമാർഗം മാത്രമാണ് കണ്ടെയ്നറുകളുടെ നീക്കം ഇതിനോടകം നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ റെയിൽ മാർഗവും റോഡ് മാർഗവും നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും കൂടുതൽ സജീവമായിരിക്കുകയാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് രാജ്യാന്തര ഭൂപടത്തിൽ, തുറമുഖ ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായൊരു നേട്ടത്തിലേക്കുള്ള നാന്ദികുറിക്കലായി തന്നെയാണ് ഇന്നത്തെ ഈ സുപ്രധാനമായ പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹണം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത്. ഡാൻ, ഇത് നമ്മൾ എപ്പോഴും പരാതിപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. വിഴിഞ്ഞത്ത് നിന്നും വൻകിട പദ്ധതികൾ ഉണ്ടാകുന്നു, 1000-ലധികം കപ്പലുകൾ വന്നുപോയി, പക്ഷേ ജനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രയോജനമെന്ന ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഇതോടുകൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണോ? പ്രദേശ വികസനം, അവിടുത്തെ ചെറിയ കടകൾക്ക് പോലും ചെറിയ കച്ചവടമെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് ഈ അവസ്ഥകൾ മാറുമോ? നമ്മുടെ പരിമിതികൾ എന്താണ്? ഇപ്പോഴും അവിടെ ഈ കണ്ടെയ്നറുകളുടെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ കേരളത്തിലെ ഒരു വ്യാപാരിക്ക് അവിടെ അതുവഴി വിദേശ രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ അയക്കുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു എന്ന് പറയാമോ?
ഇതിൽ ഒറ്റ കാര്യം മാത്രമാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. അതായത് ഇപ്പോൾ ചരക്ക് നീക്കം നടക്കുന്നത് വലിയ കണ്ടെയ്നർ മദർഷിപ്പുകളിൽ ഈ കണ്ടെയ്നറുകൾ എത്തിച്ച് അത് ജലമാർഗം തന്നെയാണ് ചെറു തുറമുഖങ്ങളായ തുത്തുക്കടി ഉൾപ്പെടെയുള്ള നമ്മുടെ അയൽ തുറമുഖങ്ങളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോൾ മുതൽ റെയിൽ മാർഗമോ റോഡ് മാർഗമോ ആയി തുടങ്ങുന്നു അപ്പോൾ മുതൽ വിഴിഞ്ഞം സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക നേട്ടത്തിന് വാണിജ്യാടിസ്ഥാനത്തിൽ വലിയൊരു വികസനത്തിന് കുതിച്ചുചാട്ടത്തിന് വഴിവെക്കും. പ്രത്യേകിച്ച് ഈ കരമാർഗം ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കുന്നതിന് ഗോഡൌണുകൾ വേണം. ആ ഗോഡൌണുകൾക്കൊപ്പം മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കൂടി അവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിംഗ് റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. കാരണം കരമാർഗമുള്ള ചരക്ക് നീക്കം സുഗമമാക്കണമെന്നുണ്ടെങ്കിൽ റിംഗ് റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ജലമാർഗമുള്ള കണ്ടെയ്നർ നീക്കം കരമാർഗത്തിലേക്ക് മാറുന്നതോടെ മാത്രമേ ഈ പ്രാദേശികമായി വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിന് അടുത്തുള്ള കൊല്ലം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകൾക്കും സാമ്പത്തികമായി വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭം ലഭിക്കുന്ന തരത്തിലേക്ക് ഇതൊരു വികസന നേട്ടമായി മാറുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു നിർണായകമായ ഒരു വഴിത്തിരിവ് ഇന്ന് ഈ രാജ്യാന്തര ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞം വേദിയാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള ഒരു നീക്കം കൂടി ഊർജിതമായിരിക്കുകയാണ് എന്നാണ് തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെ പനിയടിമ, തിരുവനന്തപുരം പോർട്ട് വിഴിഞ്ഞത്ത് ഉദ്ഘാടന നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിഴിഞ്ഞം അവിടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരാം.